പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ BSNL IPTVയുടെ പ്ലാനും ഡീറ്റെയിൽസുമാണ് ചെക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് IPTV എന്നും എങ്ങനെ അത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിൽ അത് അവൈലബിൾ ആണെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നോക്കി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ പ്ലാനാണ് BSNL ഓഫർ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. BSNL IPTVയിൽ നമ്മുടെ ഈ DTHലൊക്കെ ഉള്ള പോലെ ഒരുപാട് പ്ലാനും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം DTHൽ അത് മൊത്തത്തിൽ ഇന്ത്യ മൊത്തമുള്ളതായതുകൊണ്ട് തന്നെ പല ലാംഗ്വേജ് ബേസ്ഡുള്ള പാക്കേജും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഇഷ്ടംപോലെ പാക്കേജ് സെലക്ഷൻ അവൈലബിൾ ആണ്. പക്ഷേ BSNL കേസ് വരുമ്പം അതിപ്പോൾ നിലവിൽ ഓരോ സ്റ്റേറ്റ് വൈസ് ഇപ്പോൾ കേരളത്തിൽ മാത്രമായിട്ടുള്ളതായതുകൊണ്ട് തന്നെ കേരളത്തിന് വേണ്ടിയുള്ള പ്ലാൻ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആകെപ്പാടെ ഇപ്പോൾ നിലവിൽ 4 പ്ലാനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റ് DTHലൊക്കെ ഉള്ള പോലെ ഒരുപാട് പ്ലാനൊന്നുമില്ല. പക്ഷേ ഈ 4 പ്ലാനേ ഉള്ളെങ്കിൽ പോലും അത്യാവശ്യം കാണുന്ന ചാനലുകൾ, അതായത് കേരളത്തിലുള്ള ആൾക്കാർ പൊതുവെ കാണുന്ന ചാനലുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പാക്കേജാണ് അവർ തന്നിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് BSNL FTA പ്ലാനാണ്. അത് ഫ്രീ ടു എയർ ചാനൽ മാത്രമുള്ള പ്ലാനാണ്. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ന്യൂസ് ചാനലുകളും പേ ചാനലല്ലാത്ത കുറച്ച് ചാനലുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയുള്ളൊരു പ്ലാനാണ്. അതിന് 153 രൂപയാണ് GST ഉൾപ്പെടെയാകുന്നത്. പിന്നെ ഉള്ളത് BSNL HD എൻട്രി ബേസിക് എന്ന പ്ലാനാണ്. ഈ പ്ലാനിന് നമുക്ക് ഒരു മാസത്തേക്ക് 177 രൂപ GST ഉൾപ്പെടെയാവും. ഇതിൽ ഫ്രീ ചാനൽ മാത്രമല്ല പെയ്ഡ് ചാനലുകളും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അത് ഏഷ്യാനെറ്റ് HD ഉണ്ട്, പിന്നെ സൂര്യ TV ഉണ്ട്, അങ്ങനെ കുറച്ച് ചാനൽ. അതായത് ശരിക്കും ഏറ്റവും ഒരു ബെറ്റർ എന്ന് പറയുന്ന പ്ലാന് ഈ HD എൻട്രി ബേസിക്കാണ് 177. പിന്നെ ഉള്ളത് BSNL HD സ്റ്റാർട്ടർ ബേസിക്കാണ്. അതിന് ഒരു മാസം ആകുന്നത് 270 രൂപയാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ എല്ലാ മലയാളം ചാനലുകളും ഇൻക്ലൂഡ് ആണ്. പിന്നെ കുറച്ച് സ്പോർട്സ്, ഇൻഫർടൈൻമെൻറ്റും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത ഒരു പ്ലാനാണ്. ഇതും ഒരു ബെറ്റർ പ്ലാനാണ്. പിന്നെ ഉള്ളതാണ് ഫൈനൽ പ്ലാൻ. അത് HD ബൊനാൻസ ബേസിക് എന്നാണ്. അതിനൊരു മാസം ആകുന്നത് GST ഉൾപ്പെടെ 400 രൂപയാണ്. ഈ പ്ലാനിൽ ഈ പറഞ്ഞ പോലെ മലയാളം ചാനൽ ഓൾറെഡി എല്ലാം 270 പ്ലാനിലുണ്ട്. പിന്നെ ഇതിൽ അത്യാവശ്യം അഡീഷണൽ ചാനൽ എന്ന് പറയാനായിട്ട് കുറച്ച് സ്പോർട്സ് അഡീഷണലുണ്ട്, ഇൻഫർടൈൻമെൻറ്റ് അഡീഷണലുണ്ട്, അങ്ങനെയാണ്. പക്ഷേ പറയുകയാണെങ്കിൽ ഈ HD ബൊനാൻസ ഈ 400ൻ്റെ പ്ലാന് ശരിക്കും ഇച്ചിരി കൂടുതലായിട്ട് നമുക്ക് തോന്നും. കാരണം ചാനലിൻ്റെ ലൈനപ്പ് നോക്കുമ്പം ഞാൻ പാക്കേജ് ഡീറ്റെയിൽസ് കാണിക്കാം. അതിൽ ചാനലിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോഴത്തേന് ഈ 400ൻ്റെ പ്ലാന് ഒരു കൊടുക്കുന്ന വാല്യൂ ഫോർ മണി ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. എടുക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ പ്ലാൻ എന്ന് പറയുന്നത് 177 270 പ്ലാനാണ്. അതിൻ്റെ അകത്ത് 177ൻ്റെ അകത്ത് എല്ലാ മലയാളവും ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ ബേസിക് ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് HD, പിന്നെ സൂര്യ TV, ഫ്ലവേഴ്സ്, അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ചാനൽ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം സെപ്പറേറ്റ് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ ചാനൽസ് ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അത് ഏത് പാക്കേജിൻ്റെ കേസിലും. ഈ 270യുടെ പ്ലാനിൻ്റെ അകത്ത് മലയാളത്തിലെ എല്ലാ ചാനലും ഇൻക്ലൂഡാണ്. പിന്നെ കുറച്ച് അഡീഷണൽ ചാനലുണ്ട്. അപ്പോൾ 270 എടുക്കേണ്ടവർക്ക് അതെടുക്കാം. കാരണം പ്രത്യേകിച്ച് ചാനൽ അഡീഷനൊന്നും ഇല്ലാതെ തന്നെ എല്ലാ മലയാളവും കിട്ടും. പിന്നെ കുറച്ച് അഡീഷണൽ ചാനലും കിട്ടും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഈ 270 എടുക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ 270 എടുക്കുന്നതിലും ഒരുപാട് എല്ലാ ചാനലും കാണുന്ന ആളല്ലെങ്കിൽ ഈ 177 എടുക്കുന്നതാണ് ബെറ്റർ. അതെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ വേണ്ട ചാനലുകൾ അഡീഷണൽ മാത്രം ആഡ് ചെയ്താൽ പോലും ചിലപ്പോൾ ഒരു പക്ഷേ 270ൻ്റെ അത്രയും ആകില്ല. 270 താഴെ 250 അതേ താഴെയായിട്ട് നിൽക്കും. അപ്പം 177 നല്ല ഒരു പാക്കേജാണ് നമ്മളിപ്പോൾ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ എല്ലാ മലയാളം വേണമെന്നുണ്ടെങ്കിൽ 270 എടുക്കുക, അതാണ് ബെറ്റർ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഏഷ്യാനെറ്റ് മൂവീസ് HD ഇതിലൊരു പാക്കേജിൻ്റെയും കൂടെ ഇൻക്ലൂഡഡ് അല്ല. അതിപ്പോൾ 177ൻ്റെ പ്ലാൻ എടുത്താലും ശരി, 400ൻ്റെ പ്ലാൻ എടുത്താലും ശരി, ഏഷ്യാനെറ്റ് മൂവീസ് HD നമുക്ക് കിട്ടില്ല. ഏഷ്യാനെറ്റ് മൂവീസ് HD ഇവർ ആഡ് ഓൺ ചാനലായിട്ടാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പാക്കേജ് എടുത്താലും ഈ ഏഷ്യാനെറ്റ് മൂവീസ് HDക്ക് നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്ത് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം 270ൻ്റെ പാക്കേജ് എടുത്തു കഴിഞ്ഞാലും ഏഷ്യാനെറ്റ് മൂവീസ് HDയും കൂടെ വേണമെങ്കിൽ പിന്നെ ഒരു 22 പ്ലസ് ടാക്സ് കൂടെ അടയ്ക്കണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് അതിലും ബെറ്റർ ഈ 177 എടുത്ത് വെച്ച് ഏഷ്യാനെറ്റ് മൂവീസ് HD ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 200 താഴെ വരത്തുള്ളൂ. പിന്നെ 270യുടെ പ്ലാൻ്റെ കൂടെ 400 പ്ലാൻ്റെ കൂടെ ഏഷ്യാനെറ്റ് മൂവീസ് കിട്ടും. HD വേണ്ടാത്തവർക്ക് അതിലേക്ക് പോകാം. പക്ഷേ HD വേണമെന്നുള്ളവർക്ക് ഈ അഡീഷണലായിട്ട് ആഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇതാണ് 4 പ്ലാനാണ് ശരിക്കും ഈ പറഞ്ഞ പോലെ 153, 177, 270, 400. ഇതാണ് 4 പ്ലാനുള്ളത്. ഇനി ഓരോ പ്ലാനിലും നമുക്ക് ഏതൊക്കെ ചാനൽ കിട്ടുമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 153 രൂപയ്ക്ക് ഫ്രീ ടു എയർ ചാനൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് നമുക്ക് പെയ്ഡ് ചാനലൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ പറയുകയാണെങ്കിൽ അറിയാമല്ലോ, പെയ്ഡ് ചാനലായ ഏഷ്യാനെറ്റ് മൂവീസ് പ്ലസ് സൂര്യ മൂവീസ്, അങ്ങനത്തെ ചാനൽ, ഫ്ലവേഴ്സ്, കേരള, അതൊന്നും നമുക്ക് കിട്ടില്ല. ബാക്കിയുള്ള ചാനലുകളെല്ലാം കിട്ടും. അത് ചാനൽ ഡീറ്റെയിൽസ് നമുക്ക് സ്ക്രീനിൽ കാണാം. നമ്മുടെ മലയാളത്തിലുള്ള ന്യൂസ് ചാനലുകളെല്ലാം കിട്ടും. കൈരളിയുടെ ചാനൽ കിട്ടുന്നുണ്ട്, കൈരളി V, പിന്നെ അമൃത TV കിട്ടും, സഫാരി കിട്ടും, അങ്ങനെയുള്ള ചാനലുകൾ കിട്ടും. അതായത് പെയ്ഡ് ചാനൽസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഈ FTAയുടെ പ്രത്യേകത. നമുക്ക് ന്യൂസും കാര്യങ്ങളും മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ FTA പാക്കേജ് എടുത്താൽ മതി 153 രൂപ.
ഈ ചാനലാണ് എടുക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ചാനൽ ആഡ് ചെയ്ത് കൊടുക്കാം. പറഞ്ഞ പോലെ FTA പാക്കേജ് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഏഷ്യാനെറ്റ് മൂവീസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന് മാത്രം പൈസ കൊടുത്താൽ മതി. ഇനി അതല്ല സൂര്യ മൂവീസും കൂടെ കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ പൈസ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാം. പിന്നെയുള്ള പാക്കേജ് ഈ 177 അത് HD എൻട്രി ബേസിക്, അത് 150 പ്ലസ് GST ആണ്. അപ്പം 177 ആവും. ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ മലയാളവും ഇല്ല, പക്ഷേ ഇവർ നമ്മൾ കാണുന്ന കുറച്ച് മലയാളം ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് FTA ചാനലുകളെല്ലാം കിട്ടും. നമുക്ക് മുമ്പേ കണ്ട എല്ലാ ചാനലും കിട്ടും. അതിൻ്റെ കൂടെ ഏഷ്യാനെറ്റിൻ്റെ HD കിട്ടും. പിന്നെ ഫ്ലവേഴ്സ് ഉണ്ട്, സൂര്യ TV ഉണ്ട്, പിന്നെ പറയുകയാണെങ്കിൽ കൊച്ചു TV ഉണ്ട്, പിന്നെ പിള്ളേർക്ക് കാർട്ടൂൺ നെറ്റ്വർക്ക് ഉണ്ട്, പിന്നെ സ്പോർട്സ് പറയുകയാണെങ്കിൽ സ്റ്റാർ സ്പോർട്സ് HD ഉണ്ട്, സ്റ്റാർ സ്പോർട്സ് 1 HD ഉണ്ട്, പിന്നെ സ്റ്റാർ സ്പോർട്സ് 2, സ്റ്റാർ സ്പോർട്സ് 3 SD ചാനൽ അവൈലബിൾ ആണ്. പിന്നെ മൂവീസ് കാണുന്നവർക്കാണെങ്കിൽ മൂവീസ് നൗ HD ഉണ്ട്, സോണി പിക്സ് HD ഉണ്ട്, ആൻഫ്ലിക്സ് HD ഉണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മുടെ FTA ചാനലുകളെല്ലാം ഉണ്ട്. പിന്നെ ഇതിലും നമ്മൾ ഈ പറഞ്ഞ പോലെ വേറെ ചാനലുകൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മലയാളം എല്ലാം കിട്ടും. പിന്നെ നമുക്കില്ലാതെ പോകുന്നത് ഏഷ്യാനെറ്റ് മൂവീസ് ഇല്ല. അപ്പോൾ അതിന് പകരം ഏഷ്യാനെറ്റ് മൂവീസോ ഏഷ്യാനെറ്റ് മൂവീസ് HDയോ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സൂര്യ മൂവീസ് ഇല്ല, അപ്പോൾ അതും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സൂര്യ മ്യൂസിക് വേണമെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, മ്യൂസിക്കൊക്കെ കാണുന്നവർക്കാണെങ്കിൽ ആഡ് ചെയ്യാം. ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പൈസ ലാഭം കിട്ടും. 270 വെച്ച് നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് പ്ലസ് അങ്ങനെയുള്ള ചാനലുകളാണ് ഇതിലില്ലാതെ പോകുന്നത്. അപ്പം അതിൽ നിങ്ങൾക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ലാഭമുണ്ട്. പിന്നെയുള്ള പ്ലാൻ എന്ന് പറയുന്നത് HD സ്റ്റാർട്ടർ ബേസിക്കാണ്. അതാണ് 270 രൂപയാണ്. അതിലും ഈ പറഞ്ഞ പോലെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മലയാളം എല്ലാം ഇൻക്ലൂഡാണ്. അതായത് ഏഷ്യാനെറ്റ് HD ഉണ്ട്, ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യാനെറ്റ് മൂവീസ് ഉണ്ട്, പിന്നെ ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ സൂര്യ TV HD ഉണ്ട്, സൂര്യ മ്യൂസിക് ഉണ്ട്, സൂര്യ മ്യൂസിക് കൊച്ചു TV ഉണ്ട്, സൂര്യ കോമഡി ഉണ്ട്, സൺ TV, KTV തമിഴ് ചാനലുകൾ. പിന്നെ നോക്കുമ്പോൾ ഡിസ്കവറി ചാനൽ, യൂറോ സ്പോർട്സ് ഉണ്ട്, ഡിസ്കവറി ടർബോ, അങ്ങനെ കുറേ ചാനൽ നോക്കിയാൽ സോണി BBC അതൊന്നും HD അല്ല, SD ചാനലുകളാണ്. പിന്നെ പോഗോ, പിന്നെ സ്പോർട്സ് ചാനൽ നോക്കുകയാണെങ്കിൽ സ്റ്റാർ സ്പോർട്സ് 1, 2, 3 ഉണ്ട്, പിന്നെ സ്പോർട്സ് 18 HD ഉണ്ട്, SD ഉണ്ട്, MTV HD ഉണ്ട്. അങ്ങനെ അതാണ് SD സ്റ്റാർട്ടർ ബേസിക് 270 പ്ലാനിനകത്ത് അവൈലബിൾ ആയ ചാനലുകൾ. പിന്നെ നോക്കുകയാണെങ്കിൽ HD ബൊനാൻസ 400 പ്ലാൻ നോക്കുകയാണെങ്കിൽ മലയാളം ഓൾറെഡി മറ്റതിലുള്ള എല്ലാം ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളത്തിനായിട്ട് ഈ HD ബൊനാൻസ എടുക്കുന്നതിൽ ഒരു കാര്യമില്ല. പിന്നെ പോയിട്ട് പറയുകയാണെങ്കിൽ ഉള്ളതെന്ന് പറയാനായിട്ട് സോണി പിക്സ് HD, സ്റ്റാർ മൂവീസ് HD, സ്റ്റാർ സ്പോർട്സ് 1 HD, സ്റ്റാർ സ്പോർട്സ് 2 HD, സ്റ്റാർ സ്പോർട്സ് 3, സ്റ്റാർ സ്പോർട്സ് ഫസ്റ്റ്, സ്റ്റാർ സ്പോർട്സ് സെലക്ട് 1 HD, സെലക്ട് 2 HD, പിന്നെ 10 സ്പോർട്സ്, പിന്നെ സോണിയുടെ സ്പോർട്സ് 1 HD, 2 HD, പിന്നെ സ്പോർട്സ് 18 HDയും SDയും അത് രണ്ടും മറ്റേതിലുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ HD ബൊനാൻസയ്ക്കകത്ത് ഒരുപാട് ചാനൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അപ്പം അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ HD ബൊനാൻസയ്ക്കകത്ത് ഒരുപാട് ചാനൽ ഡിഫറൻസ് ഒന്നും ഇല്ല. ചെറിയ വലിയ പ്രൈസ് ഡിഫറൻസ്. ഇപ്പോൾ 270 സ്ഥാനത്ത് ഇതിലേക്ക് വരുമ്പോഴത്തേനും അതൊരു 300 320 ഒക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് 400 രൂപയാണ്. ഏകദേശം 100 രൂപയ്ക്ക് മുകളിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ചാനലില്ല. അതുകൊണ്ട് HD ബൊനാൻസ നമുക്ക് ലാഭമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ബെറ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 270 അല്ലെങ്കിൽ 177. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മലയാളം ചാനലും വേണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് 270 തന്നെ പോകാം. കാരണം അതിനകത്ത് നിങ്ങൾക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ച് സെലക്റ്റഡ് ചാനൽസ് മതി, പിന്നെ അതിൻ്റെ അകത്ത് കസ്റ്റമായിട്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു കസ്റ്റം പാക്കേജ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 170 പാക്കേജിനാണ് ബെറ്റർ. എന്നിട്ട് അതിലേക്ക് ഈ പറഞ്ഞ പോലെ സൂര്യ മൂവീസ് ആയിക്കോട്ടെ, ഏഷ്യാനെറ്റ് മൂവീസ് HD ആയിക്കോട്ടെ, അതൊക്കെ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ ഈ 270 താഴെ നിർത്താൻ പറ്റും. നിങ്ങൾ ഒരുപാട് ചാനൽ ആഡ് ചെയ്ത് പോയാൽ 270 മുകളിൽ പോകും. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ ചാനൽ ആഡ് ചെയ്ത് പോകുന്ന സമയത്ത് 270 മുകളിലോട്ടാണ് നിങ്ങളുടെ റേറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 270 പ്ലാനിൽ തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അത് സെപ്പറേറ്റ് സെലക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ അതല്ല, നിങ്ങൾ സെലക്റ്റഡ് എടുത്ത് ഒരു 250 230 ആ റേഞ്ചിലാണ് നിങ്ങളുടെ ഫൈനൽ എമൗണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 170 ഏറ്റവും ബെറ്റർ. അപ്പം ഈ പറഞ്ഞ പോലെ 4 പാക്കേജ് ആണ് മൊത്തത്തിൽ BSNL കൊടുക്കുന്നത്. അതായത് 153, 177, 270, 400. അപ്പോൾ അതിൽ നിങ്ങളുടെ ചാനൽ സെലക്ഷൻ അനുസരിച്ചുള്ള പ്ലാൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ DTHലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു NCF പാക്കോ അങ്ങനത്തെ ഒരു രീതി ഇതിലേക്കില്ല. 4 പ്ലാനേ ഉള്ളൂ. അപ്പം ആ പ്ലാൻ എടുക്കുക, പ്ലാൻ്റെ പൈസ മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. മറ്റേ DTHൻ്റെ കേസ് വരുമ്പോൾ ഒരു NCF പ്ലാൻ ഉണ്ട്. അതായത് 153 രൂപ മിനിമം റീചാർജ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ അഡീഷണൽ പാക്കേജ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൈസ കൂടെ കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കേസിൽ അതില്ല. നമുക്ക് NCF എന്നുള്ളൊരു സെറ്റപ്പ് ഇല്ല. നിങ്ങൾക്ക് ഫ്രീ ടു എയർ മാത്രം മതിയെങ്കിൽ 153 അടയ്ക്കുക. ഇനി അതല്ല, അഡീഷണൽ പ്ലാനിലേക്ക് പോകുന്ന 170 പോകുകയാണെങ്കിൽ 177 അടയ്ക്കുക, 270 പോകുകയാണെങ്കിൽ 270 അടയ്ക്കുക. അങ്ങനെ ഒരു പ്ലാനാണ്. അല്ലാതെ നമ്മൾ 153 പ്ലസ് സെലക്റ്റഡ് പ്ലാന് എന്നുള്ള രീതിയിലുള്ള റേറ്റൊന്നുമില്ല.
ഏത് പാക്കേജ് ചൂസ് ചെയ്യുന്നു അതിൻ്റെ പൈസ മാത്രം അടയ്ക്കാമെന്നാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ചാനൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പൈസ അടയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് BSNL IPTVയിൽ നിലവിലിപ്പോൾ ഉള്ള പ്ലാനും ഡീറ്റെയിൽസും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡീറ്റെയിൽസിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം, അതിന് നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.